കാലത്തില്ല പഠിക്കു ബാത്തിക്കിത്തല്ല വിശിവല്ല അല്ല മാറി മാറി പടക്കള്ളം തന്നെ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ. ഒരു ഫ്ലൈയിങ് കിസ് തരട്ടെ. ഒരു 3.5 വയസ്സുള്ള ഒരു കുഞ്ഞ് ആറന്മുള വഞ്ചിപ്പാട്ടൊക്കെ പാടുന്ന കാണുമ്പോഴത്തേക്ക് ശരിക്കും അത്ഭുതമാണ്. എങ്ങനെ ഇതിലും ചെറുപ്പത്തിലെ 2.5 വയസ്സ് മുതലേ ചെയ്യുന്നത്? എങ്ങനെ ഇത്ര ചെറുപ്പത്തിലെ ഇതൊക്കെ പഠിച്ചത്? അത് നമ്മുടെ നാടെന്ന് പറയുന്നത് ചെന്നിത്തലയാണ്. ഇങ്ങ് വന്നേ, എന്നെ ഇവിടെ ഇരുന്നോ, അവരവിടെ ഇരിക്കട്ടെ. കുഞ്ഞിങ്ങ് വാ, സംസാരം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ ഇവന് കേട്ട് കുറച്ച് വരികളുണ്ടായിരുന്നു. കേട്ട് പഠിച്ചതാ. ആദ്യത്തെ ഒരു 10 വരികളോളം ഇവൻ തന്നെ പഠിച്ചതാ. വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഐറ്റം ആണ്. ഒരാള് പാടിക്കൊടുക്കും, ബാക്കിയുള്ളവർ ഏറ്റുപാടും. അപ്പം എന്റെ അപ്പൂപ്പനായാലും അച്ഛനായാലും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വഞ്ചിപ്പാട്ട് പാടി പഠിച്ചു. അത് തന്നെ മകനും കിട്ടിയെന്നുള്ളതാണ് ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത്. ഹലോ ആൻഡ് വെൽക്കം ടു ഗ്ലോബൽ വില്ലേജ് നെറ്റ്വർക്ക്. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ സ്വന്തം കുട്ടി കുറുമ്പനാണ് അർജുൻ സാരഥി. അർജുനും അർജുൻ്റെ പേരൻസും നമ്മുടെ കൂടെ ഉണ്ട്. വെൽക്കം. നമസ്കാരം. അച്ചുകുട്ട. ഹലോ. ഹായ്. ഹലോ, സുഖമാണോ? എന്നിട്ട് ഓട്ടോ ആണല്ലോ ഫുള്ള്. ഓട്ടോവാ. ഇതാ നമ്മുടെ ക്യാമറയ്ക്ക് ഒരു ഹായ് കൊടുത്തേ. ഹലോ, സുഖമാണോ എന്ന് ചോദിച്ചേ. സുഖമാണോ? നമ്മളൊരു വലിയ യുദ്ധത്തിന് ശേഷമാണ്. ടാസ്ക് ആണ്. അതെ. അച്ചുകുട്ടാ, ഇപ്പൊ അംഗനവാടിയിലല്ലേ പഠിക്കുന്നേ? അംഗനവാടിയിലല്ലേ പോന്നേ? അംഗനവാടി പോകുന്നുണ്ടോ? നാളെ പോവാ. ഇന്ന് അവധിയാ, സൺഡേ അവധിയാ. മുടിയൊക്കെ ചീകിക്കൊണ്ടിരിക്കുക. കോളേജിൽ പോയോ? കോളേജിൽ മിനിഞ്ഞാന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ അല്ല, ഉദ്ഘാടനം. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനത്തിന് പോയോ? ചീഫ് ഗസ്റ്റ് ആയിരുന്നു. ആണോ? അവർ ആർട്സ് ഡേയുടെ. അടിപൊളി. നമ്മുടെ വീഡിയോയിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് അച്ചുകുട്ടൻ പാട്ട് പാടുന്നതാ. ഒരു പാട്ട് പാടാവോ? പാടുന്നില്ലയോ? പാടാം. ഒരു പാട്ട് പാടും. ഗോവിന്ദ് പാട്. അങ്ങനല്ല, നല്ലതായിട്ട് പാട്. നല്ലതായിട്ട്. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. എന്റെ കണ്ണാ പാട്. എന്റെ കണ്ണ്. എന്റെ കണ്ണ പാട്. എന്റെ കണ്ണ പാട്. അച്ചു കൈ എന്റെ കണ്ണ പൊന്നു കണ്ണ തിരുവാറൻ മുളക്കണ്ണ. എന്റെ കണ്ണ പൊന്നു കണ്ണ തിരുവാറൻ മുളക്കണ്ണ. തകത് ധീതകതോ തകധീയതിത്തോ ദിത്തോ ദിഗിതോ. കണ്ണിനു കണ്ണായ പാട്. കണ്ണായ
കണ്ണായ കടകാത്തു കൊള്ളടേ കണ്ണീനു കണ്ണായ കണ്ണ കാത്തുകൊള്ളണേ കണ്ണീനു കണ്ണായ കണ്ണ കാത്തുകൊള്ളണേ ഓ ധൈ ധൈ തകത ധീതകതോ തകധീയതിത്തോ ദിത്തോ ദിഗിതോ അമ്പാടി തന്നെ ഇല്ലോട് പാട്ട് അതോട് ധീതോ അമ്പാടി അമ്പാടി തന്നീലോരുണ്ണിയുണ്ടങ്ങനെ അമ്പാടി തന്നീലോരുണ്ണിയുണ്ടങ്ങനെ ഐ അയ്യ തേ തേ തകുധി തത്താതൈതൈതോ ഉണ്ണിക്ക് പേരുണ്ണി ഉണ്ണി പാട് ഉണ്ണിരിക്കു പേരുണ്ണി ആ പാട് ഒന്ന് പാട് നല്ലതായിട്ട് പാട് ധീതത്താതൈതൈതോ കണ്ണടച്ച കൃഷ്ണ കണ്ട ഉണ്ണിക്ക് പേരുണ്ണി ധീതത്താതൈതൈതോ ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണനെന്നങ്ങനെ ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണനെന്നങ്ങനെ ഐ അയ്യ തേ തേ തകുധി തത്താതൈതൈതോ ഉണ്ണിക്കൈ രണ്ടിലും കാണിച്ച് കൈ ധീതത്താതൈതൈതോ ഉണ്ണിക്കു പേരുണ്ണിക്ക് ശരതങ്ങനെ ഉണ്ണിക്കൈ രണ്ടിലും വെണ്ണയുണ്ടങ്ങനെ ഉണ്ണിക്കൈ രണ്ടിലും വെണ്ണയുണ്ടങ്ങനെ ഐ അയ്യ തേ തേ തകുധി തത്താതൈതൈതോ ഗോവിന്ദ കൈ കുറിപ്പറ ഗോവിന്ദ 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 പാട് ഗോവിന്ദ ഗോവിന്ദ അങ്ങനെയാണോ നല്ലതായിട്ട് പറയാം നന്നായിട്ട് ആ പിടിച്ചു പിടിച്ചു അത് പിടിച്ചു പറ ഗോവിന്ദ 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 ഓക്കേ ഗുഡ് ബോയ് ഹായ് ഒരു കൈ നോക്കട്ടെ ഹായ് ഗുഡ് ബോയാ താങ്ക് യു പറ ഇവിടെ ഇവിടെ ഇരുന്നോ അമ്മയുടെ മടിയിരി അമ്മയുടെ മടിയിരുന്നോ അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മള് ഇങ്ങനെ ഈ റീൽസിലൊക്കെ ഇത്ര 3.5 വയസ്സുള്ള ഒരു കുഞ്ഞ് അറമുള വഞ്ചിപ്പാട്ടൊക്കെ പാടുന്ന കാണുമ്പോഴത്തേക്ക് ശരിക്കും അത്ഭുതമാണ്. എങ്ങനെ ഇതിലും ചെറുപ്പത്തിലെ 2.5 വയസ്സ് മുതലേ ചെയ്യുന്നത്, എങ്ങനെ ഇത്ര ചെറുപ്പത്തിലെ ഇതൊക്കെ പഠിച്ചത്? അത് നമ്മുടെ നാടെന്ന് പറയുന്നത് ചെന്നിത്തലയാണ്. നമ്മുടെ ആറന്മുളയായിട്ട് ബന്ധപ്പെട്ട ഒരു 52 കരകളാണ് നമ്മുടെ ആറന്മുളയിൽ മൊത്തമായിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ദൂരം താണ്ടി വരുന്ന ഒരു പള്ളിയോടമാണ് നമ്മുടെ പള്ളിയോടം, ചെന്നിത്തല പള്ളിയോടം. അപ്പം ചെന്നിത്തല പള്ളിയോടമായിട്ട് ബന്ധപ്പെട്ടപ്പോ നമുക്ക് ഒരു 1.5 ദിവസത്തെ ട്രാവൽ തന്നെ ഉണ്ട് നമുക്ക് ആറന്മുളയിലോട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറേയധികം ചടങ്ങുകളും ഉണ്ട്. അപ്പം വഞ്ചിപ്പാട്ടിന് കുറേയധികം സാഹചര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ചെന്നിത്തല പള്ളിയോടമായിട്ട് ബന്ധപ്പെട്ട്. ഉത്സവം തന്നെയാണ് ഇതാണ്. അപ്പം ഇവൻ ജനിച്ചപ്പോ മുതൽ നമ്മൾ ഈ പള്ളിയോടത്തിന്റെ എല്ലാ ചടങ്ങുകളിലും കൊണ്ടുപോകും. ഞാൻ പോകുന്നത് ഞാൻ എൻ്റെ ഒരു ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ പള്ളിയോടത്തെ യാത്ര ചെയ്ത് ആറന്മുളയിലോ പോകുന്നുണ്ട്. അപ്പം എൻ്റെ അപ്പൂപ്പനായാലും അച്ഛനായാലും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വഞ്ചിപ്പാട്ട് പാടി പഠിച്ചു. അത് തന്നെ മകനും കിട്ടിയെന്നുള്ളതാണ് ഒരു
മഹാഭാഗ്യം എന്ന് പറയുന്നത്. അപ്പം ഇവന്റെ ആ ചടങ്ങുകളിലൊക്കെ കൊണ്ടുപോകുന്ന വഴിയില് അങ്ങനെ നമ്മള് 1-ാമത്തെ വയസ്സ് മുതൽ ആറന്മുളയിലെ വള്ളസദ്യകളിലും കൊണ്ടുപോകും. പിന്നെ വള്ളത്തിന്റെ എല്ലാ ചടങ്ങുകളിലും വള്ളസദ്യക്ക് വരാറുണ്ട്. 1-ാമത്തെ വയസ്സ് മുതൽ വള്ളസദ്യക്ക് പോകും. അപ്പൊ അന്ന് മുതലേ താളം പിടിക്കുന്നുണ്ട് ആദ്യം മുതലേ. പിന്നെ അത് കഴിഞ്ഞ് ഗ്രാജുവലി അവനിങ്ങനെ സംസാരം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ ഇവന് കേട്ട് കുറച്ച് വരികളുണ്ടായിരുന്നു. കേട്ട് പഠിച്ചതാ. ആദ്യത്തെ ഒരു 10 വരികളോളം ഇവൻ തന്നെ പഠിച്ചതാ. അപ്പം പാടി തുടങ്ങുമ്പോഴാണ് നമുക്ക് അറിയാവുന്ന ഇവൻ ഇതൊക്കെ അറിയാവുന്നുള്ളത്. പിന്നെ ഏറ്റവും പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ താളബോധമാണ്. ആ നൃത്തം ആൾക്കാര് ഇപ്പം വഞ്ചിപ്പാട്ടെന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഐറ്റമാണ്. ഒരാള് പാടിക്കൊടുക്കും, ബാക്കിയുള്ളവർ ഏറ്റുപാടും. അപ്പൊ നമ്മൾ ഇപ്പം പാടുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്നാലും പോലും ഈ ആറന്മുളയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി പേര് നിന്നിട്ടാണ് പാടുന്നത്. അപ്പം അവരെപ്പോഴാണ് നിർത്തുന്നത്, അവന് സ്റ്റാർട്ടിങ് അറിയാം എപ്പോഴാണ് ഇതാണെന്നുള്ളത്. അതാണ് കിട്ടിയത്. അത് ഭയങ്കര ഭാഗ്യമാണ്. കറക്റ്റ്. നമ്മളെ കോറസ് പാടി നിർത്തുന്നത് അവന് അറിയാൻ പറ്റും. അത് എപ്പോഴത്തെ ഇറങ്ങണമെന്നുള്ളത് അറിയാൻ പറ്റും. അതൊരു ഭാഗ്യമാണ്. ശരിക്കും ദൈവം അനുഗ്രഹിച്ച പോലെ അല്ലേ? അതൊരു അനുഗ്രഹമാണ് കിട്ടിയത്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഓണാട്ടുകര എന്നുള്ള പ്രദേശം. നൂറും അവിടെ തന്നെ അല്ലേ, പായംകുളം. അപ്പൊ നമ്മുടെ ചെട്ടുകുളങ്ങരയായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ നമുക്ക് കുത്തിയോട്ടവും ഉണ്ട്. ഇങ്ങനൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന ആദ്യമായിട്ടായിരിക്കും. ഞാൻ ഇന്റർവ്യൂ എടുത്തതിൽ വെച്ച് ഏറ്റവും കുഞ്ഞു ഗസ്റ്റ് ഇത് തന്നെയാ. ഇങ്ങനെ നമ്മള് അപ്പൊ ഈ ശൈലി വ്യത്യാസമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ജില്ലകളിലും ഈ വഞ്ചിപ്പാട്ട് ഐറ്റമായിട്ട് വരും നമ്മുടെ കലോത്സവ വേദിയില്. അപ്പൊ അന്നത്തെ മലപ്പുറം മുതല് അപ്പൊ നമ്മള് ഇതിന്റെ പുറകെ നടക്കുമായിരുന്നു. നമ്മൾ ആറന്മുള വള്ളപ്പാട്ട് ഇങ്ങനെയാണ്, ഈ ശൈലിയാണ്, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി നടക്കുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ഈ ഒരു സമയത്ത് ഒരു തമിഴ്നാട്ടിലുള്ള ആൾക്കാർ പോലും ഇവന്റെ വിശ്വനാഥനായ നിന്നെ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെടുക. അപ്പം ഇത്ര ഈ കൊച്ചുകുട്ടിയിലൂടെ അത് പ്രചാരപ്പെടുത്തിയത് ഭയങ്കര ഒരു അത്ഭുതമാണ്, നമ്മുടെ ഭാഗ്യമാണ്. ശരിക്കും മറ്റേ എന്റെ കണ്ണാ പൊന്ന് അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് മറ്റേ ഇങ്ങനെ രോമാഞ്ചം വരും. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-ാമത്തെ വയസ്സ് മുതൽ നമ്മുടെ ഈ പ്രദേശത്ത് വീഡിയോ വൈറലായി വന്നിരുന്നു. നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ ആറന്മുളയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു സമിതിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ പിള്ളേരുടെ വീഡിയോസിലെല്ലാം ഇവൻ വഞ്ചിപ്പാട്ടിന് വരുമ്പോഴത്തേക്ക് ഇവൻ താളം പിടിക്കുമ്പോഴത്തെ 1-ാമത്തെ വയസ്സ് തൊട്ട് അത് ഇങ്ങനെ വീഡിയോ എടുത്തിടുമായിരുന്നു. അന്ന് മുതലേ നമ്മുടെ പ്രദേശത്ത്, ആറന്മുള പ്രദേശത്ത് അത്യാവശ്യം ഇവനെ അറിയാവുന്നവരുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കുത്തിയോട്ട വേദിയിലായാലും താളം പിടിച്ച് അങ്ങനെ ഫേമസ് ആയി. അതിനുശേഷമാണ് പിന്നെ ഈ നന്ദഗോവിന്ദം നമ്മുടെ അവിടെ സ്ഥലത്ത് വന്നപ്പോഴാണ് ഇവനെ ലോകത്ത് അറിഞ്ഞു നന്ദഗോവിന്ദം വന്ന സമയത്ത്. അതെ നമ്മുടെ അവിടെ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഇവന് ഇതുപോലെ അന്ന് നമുക്കൊരു ഈ നന്ദഗോവിന്ദത്തിന്റെ ആ പർട്ടിക്കുലർ പരിപാടി കഴിയാറായപ്പോഴത്തേക്ക് നമ്മളൊരു പാട്ട് പാടി. അപ്പൊ ഇവനും 2 വരി പാടി. അതെടുത്ത് അവരുടെ ഇൻസ്റ്റയില് ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയൊരു പിന്നെ ഇതായത്. നീല നീല നീലമലയേ മണ്ണലന്നനാമലയേ പൊന്നലന്നലേതിരല്ലേ നീലരജ്ജു നീല നീലമലയിൽ സ്വാമിയെ മഞ്ഞണിഞ്ഞൊരാമലയിൽ അയ്യപ്പോ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ നീയണിഞ്ഞ രൂപം സ്വാമി 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 ശരണ അയ്യപ്പ 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 സ്വാമി 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 ശരണ അയ്യപ്പ ാണല്ലോ. ഒരു ഫ്ലൈങ് കിസ് തരട്ടെ. ഇനി ഏത് പാട്ടാ കുഞ്ഞിന് ഇഷ്ടമുള്ള പാട്ട് ഏതാ? പാടണം. സ്വാമി സ്വാമി പാടി. സ്വാമി സ്വാമി അല്ല, ഇനി നമുക്ക് തന്നെ കൂടെ പാടിയിട്ട് പോവാം. ഒന്നാം പാദം തന്നെ പാടാം. തന്നന്നാദാരെ നാദദ അദൈതദ താരനാദ നെ തന്നാദ
തന്നന്നാദാനന്ന തന്നാനായി താനെ താനന്നാനാനന്നെ തന്നാനാ തന്നന്നാനാനന്ന തന്നാനായി താനെ താനന്നാനാനന്നെ തന്നാനാ തന്തം താനെ തന്നദാദേ താരി തദ്ദേ താരി തദ്ദേ താരദാ നന്ദാദേ താരി തദ്ദേ താരി തന്നനെ താനനാ തന്തന്താനന്നെ താനെ തന്തന്നെ താനെ തന്തന്നെ താനന്നാ തന്തന്താനന്നെ താനെ തന്തന്നെ താനെ തന്തന്നെ താനന്നാ തന്തന്നെ തന്നാ തന്നനെ തദ്ദാദാ തനിയന താരി തദ്ദാദാ തന്നനെ താന തനിയന താരി തദ്ദാദു തിയത തന്തന്നെ തന്നാന താനെ തന്തൻ താനെ തന്നാനാ തന്തന്താനി താന താനെ തന്തൻ താനെ തന്നാനു തെയ്യത്താം തന്ന തന്നെ രാരേ 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 തന്നണ്ടാരാ താരേ താരാജ് താരദ തിത്തി തദ്ദന്ന തീരേ തന്നേ നാനേ 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 തന്നന്നാനാ താനേ താനാനേ താനഗരിത്തെ തന്നന്നന്നന്നാനതി കുതൈ പടക്കളം തന്നെ പാട് കാലത്തില്ല ഉജുമ വിരതമല്ല പടക്കിരു ബാത്തിക്കിത്തല്ല അശിയവ വേരമല്ലോ വിശിവവേവലല്ല അല്ല മാറി മാറി തന്നുടേ മാറി ഒരു മഹാവിരുദം വന്നല്ല പടയിതു വന്നു നിന്നല്ല വാശിയവനേറെ നിന്നല്ല ഇശവു വേമമായല്ലേ അല്ല മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താതിരുത്താതെ മാറി തദ്ദുരിത കൃഷ്ണനല്ലേ കാലെടുത്താതെ പാട്ട് പാടുമ്പോ അവിടെ ഇരുന്ന് പാടിക്കോളും, വേറൊന്നിനും നമ്മളെ കിട്ടത്തില്ല. ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ച കാര്യം, ഈ 3.5 വയസ്സിൽ ഒരു അവാർഡും കിട്ടിയല്ലേ, സനാതന ചടങ്ങ്. അതെന്തിന്റെ അവാർഡായിരുന്നു ശരിക്കും പറഞ്ഞത്? നമ്മുടെ ചെറുകൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം, സുബ്രഹ്മണ്യ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ സനാതന ധർമ്മം പ്രവർത്തിക്കുന്നുണ്ട്, സേവാ സംഘം എന്ന് പറഞ്ഞിട്ട്. അപ്പം അവരുടെ ആ സംഘടനയുടെ 4ാമത്തെ പുരസ്കാരമാണ്. അംഗനവാടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഇതേപോലെയാണോ? എങ്ങനെയാണ് ഓട്ടവും ചാട്ടം മാനേജബിൾ ആണോ? അംഗനവാടി നല്ല കുരുത്തക്കേടാണ്. കൂട്ടുകാരുമായിട്ട് ഒരു കളിപ്പാട്ടം എടുത്ത് അത് വേറൊരാളെടുക്കുമ്പോ അവരുമായിട്ട് ഇതൊക്കെയാണ്. ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ കുരുത്തക്കേടും എല്ലാം ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നടക്കുന്ന ആള് ഈ പാട്ടിന്റെ കേസ് വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പാടും. അതെ, പഠിക്കാൻ പോകുന്നുണ്ടോ അവൻ പാട്ട്? ഇല്ല, പാട്ട് പഠിക്കാൻ ഇല്ല. അപ്പൊ എങ്ങനെ ഇത്തവണ പഠിപ്പിക്കുന്നുണ്ടോ പ്രൊഫഷണൽ ആയിട്ടുള്ളത്? 3.5 വയസ്സ്. 3 വയസ്സായതിന് 4 വയസ്സാകുമ്പോഴത്തേക്ക് ഇരുന്ന് കണ്ടില്ലേ, ഇരുന്ന് ഒന്ന് ഇതാവുന്ന രീതിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പാട്ട് പഠിപ്പിക്കാൻ വിടാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലവേഴ്സിൽ പോയിട്ടുണ്ടായിരുന്നു. അതെ, അത് എത്ര 2.5 വയസ്സിലോ 3 വയസ്സിലോ? ഈ തുടങ്ങിയപ്പോ തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ കഴിഞ്ഞപ്പോഴാണ് വള്ളസദ്യ ഇതായത് കൊണ്ടുപോയത്. അപ്പം അത് കഴിഞ്ഞ് ഇവര് ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പ് സിംഗറിൽ പോയി പാടിയോ? ടോപ്പ് സിംഗറിൽ വെച്ചാൽ ഈ വഞ്ചിപ്പാട്ട് ഗസ്റ്റ് ആയിട്ട് പോയിട്ട്. അടിപൊളി അടിപൊളി. സിനിമയിലെ പാട്ടൊക്കെ പാടുവോ ആള്, അതോ ഈ വഞ്ചിപ്പാട്ട് മാത്രമാണോ? സിനിമ ഏത് പാട്ട് കേട്ടാലും അവന് മൂളും. ഗ്രാൻഡ് പേരൻസ് ഒക്കെ? അമ്മയുണ്ട്, അതായത് എന്റെ അമ്മ, ഇവളുടെ വൈഫിന്റെ വന്നിട്ട് അച്ഛനും അമ്മയുണ്ട്. അപ്പം രണ്ടുപേരോട് ഇതാണ് കളികളാണ്. അതെ, എല്ലാരോടും പെട്ടെന്ന് കൂട്ടാവോ? എല്ലാരോടും പെട്ടെന്ന് കൂട്ടാവോ? നമ്മുടെ ഈ വഞ്ചിപ്പാട്ടിന്റെ സമയത്തെ അവിടെ ഈ പ്രായം കൂടുതലും കുറവും ഒന്നും ഇല്ലാണ്ട് എല്ലാവരും ഇതിനെ കോറസ് പാടുന്നത്. അവരെല്ലാവരുമായിട്ടും ഈ വഞ്ചിപ്പാട്ട് ക്രൂവിൽ ഒരു മെമ്പർ ആണോ ആശാൻ ശരിക്കും? ആക്ച്വലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വള്ളംകളിയായിട്ട് ബന്ധപ്പെട്ട് നമ്മള് 52 കരകളില്ലേ, അപ്പൊ അതിനകത്ത് ഏത്
ഏത് കരയിൽ പോയി ഇവന് ആ ഒരു വേഷം ഉണ്ടല്ലോ, മുണ്ടും തോർത്തു എന്നുള്ള ആ വേഷം കാണുന്ന ആരോട് വേണേലും അവൻ പോകും. അതൊരു പ്രശ്നവുമില്ല. ആ സമയത്ത് അവൻ അടങ്ങി നിൽക്കാനോ ഒരു പ്രശ്നവുമില്ല. അതാ ഞാൻ ആലോചിക്കുന്നത്, അത്രയും തിരക്കിലും തിക്കിലും അവൻ എങ്ങനെ നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല. ഒന്ന് പഠിപ്പിച്ചാ ഞാൻ പാടട്ടെ. കണ്ണ പൊന്നു കണ്ണ തിരുവാറൻ മൂളക്കണ്ണ, എന്റെ കണ്ണ പൊന്നു കണ്ണ തിരുവാറൻ മൂളക്കണ്ണ, തകത തീതകതോ തകതീയതിത്തോ ദിത്തോ ദിഗിതോ. കണ്ണിന് കണ്ണായ കണ്ണിലും കണ്ണായ ഗഡ കണ്ണിലും കണ്ടായ കാത്തുകൊള്ളേ. ഏതെങ്കിലും ഈ പാട്ടുകളൊക്കെ കണ്ടിട്ട് ഒക്കെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആക്ച്വലി നമ്മുടെ ദർശന രാജേന്ദ്രൻ നീരജ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിബിമോൻ ഒക്കെയാണോ നിൽക്കുന്നത്? പുള്ളിക്കാരി നമ്മുടെ ഈ നന്ദഗോവിന്ദം ഭജന്റെ കണക്റ്റിന് വന്നിട്ടുണ്ട്. നമ്മുടെ മാന്നാറാണ് ആലപ്പുഴയില്. പുള്ളിക്കാരി ഇപ്പനെയും കൂടെ കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ട്. ആ പുള്ളിക്കാരി പിന്നെ കുറെ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കുറെ അധികം സെലിബ്രിറ്റീസ് അവര് ഇപ്പം കുട്ടി അഹിലായാലും ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ പേര് ഇപ്പൊ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള വീഡിയോകള് ഒത്തിരി പേര് ലൈക്ക് ചെയ്തു. ഇപ്പൊ ദിവ്യ ഉണ്ണി ആയാലും എല്ലാരും ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യും. ജിത് ഭക്തൻ ആയാലും എല്ലാരും കമന്റ് ചെയ്തിട്ടുണ്ട്. സീതാമേനോന്. അപ്പൊ റീസെന്റ് ആയിട്ട് അമൃത ടിവിയിൽ പോയിട്ടുണ്ടായിരുന്നു കോമഡി മാസ്റ്റേഴ്സില്. അപ്പം അന്നേരം ഞാനിങ്ങനെ ശ്വേതാമാവിനോട് പറഞ്ഞു, അപ്പൊ ലാലേട്ടനെ ഇവന് ഭയങ്കര ഇഷ്ടമാണോ? അപ്പം ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമായോണ്ട് ശ്വേതാമാവിനോട് പറഞ്ഞു. ഇന്നുപോലെ ലാലേട്ടൻ ഫ്രം പത്തനംതിട്ടയാണ്. ലാലേട്ടൻ പറയാറുണ്ട് പണ്ട് കുട്ടിക്കാലത്ത് നമ്മുടെ പള്ളിയോടങ്ങളിലും അല്ലെങ്കിൽ വള്ളംകളി എല്ലാം കാണാൻ പോകുന്നു പറഞ്ഞു. അപ്പം അഞ്ചിപ്പാട്ട് എന്തായാലും ലാലേട്ടൻ എന്തായാലും കുട്ടിക്കാലത്ത് എന്തായാലും അറിയുന്നുണ്ടാവും. ഇങ്ങനെ കേട്ട് പഠിക്കുന്നതല്ലാണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കിയാ പഠിക്കുവോ? ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ഇപ്പൊ കുത്തിയോട്ടപ്പാട്ടായാലും ഇത് രണ്ടായാലും ഇവൻ ഇരുന്ന് അത് പഠിക്കാൻ പറഞ്ഞ നമുക്ക് പാട്ട് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരും. ഇപ്പൊ ആദ്യത്തെ കുറച്ച് വരികൾ ഇവന് കേട്ട് പഠിച്ചിട്ട് അപ്പൊ അതിനകത്ത് നമ്മൾ ചെറിയ കറക്ഷൻ മാത്രമേ. ഇപ്പൊ പുതിയ വരികൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഓരോ പരിപാടികളുണ്ട്. കുറെ പരിപാടികൾ ഇപ്പൊ ഡയറി എഴുതാവുന്ന രീതിയിൽ പരിപാടിയുണ്ട്. ചാർട്ട് ചെയ്ത് വെച്ചേക്കാണ് നമ്മൾ ഓരോ പരിപാടികൾ ഓരോ ദിവസവും അങ്ങനെ ഉണ്ട്. അപ്പം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവർക്ക് പുതിയ പാട്ടുകൾ പാടണമെന്നുണ്ട്. അവനെ കൊണ്ട് പറ്റുന്ന പാട്ടുകൾ നമ്മളിപ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതല്ലാതെ കുത്തിയോട്ട പാട്ടുകളായും നമ്മുടെ ഗുരുനാഥനായാലും സാറിന്റെ അടുത്ത് ഇരുന്ന് കേട്ട് പഠിക്കാറുണ്ട് അവിടുത്തെ സമിതിയില്. അതായത് സാറെന്ന് പറയുന്നത് വിജയരാഘവ് സാർ എന്ന് പറയുന്ന ഒരു 1000-ഓളം പാട്ടുകൾ പുള്ളി തന്നെ സംഗീതം എഴുതി സംഗീതം ചെയ്ത് പാടുന്ന ആളാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഇവൻ തന്നന്നാപ്പൂപ്പൻ എന്നാ വിളിക്കുന്നത്. നമ്മൾ ഇവൻ പാടിയില്ലേ അതെന്ന് പറഞ്ഞപ്പോ താനപ്പദങ്ങൾ എന്ന് പറയും. അപ്പൊ നമ്മളെ ലീഡ് പാടുന്ന വരികളുടെ അതേ താളത്തിലും രാഗത്തിലും നമ്മളാ ബാക്ക് പാടുന്നവര് താനവട്ടം പാടും. അപ്പൊ അതാണ് ഇവൻ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി തന്നപ്പൻ എന്ന് വിളിച്ച് ഇതായിട്ട് വന്നേക്കുന്നത്. അപ്പൊ അത് ആ പാട്ടുകളും ഈ പാട്ടുകളുമാണ് നമ്മൾ ഇത്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഹൈറ്റ്സിൽ എത്താൻ പറ്റട്ടെ. ഞാൻ ടാറ്റ കൊടുത്തേ, നമ്മള് പോവാ. ബൈ പറ. താങ്ക് യു പറ. എല്ലാരും കാണണേന്ന് പറ. അപ്പൊ എന്തായാലും ചേട്ടാ ചേച്ചി താങ്ക് യു സോ മച്ച്. അവന് മാനേജബിൾ അല്ലെന്നറിയാം, എങ്കിലും ഇങ്ങനെ കൊണ്ടുവന്ന് ഇത്രയും നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. ഇനി ഒരുപാട് ഹൈറ്റ്സിൽ എത്തട്ടെ. താങ്ക് യു സോ മച്ച്.
ടാറ്റാ ബൈ ബൈ. ഇങ്ങനൊരു ഇന്റർവ്യൂ ഫസ്റ്റ് ടൈമാ. അതെ മറ്റേ ശ്രീനാഥ് ആയാലും ശ്രീനാഥ് അവനെ അങ്ങ് അഴിച്ചു വിട്ടേക്കുക. അതെ, ക്യാമറയായിട്ട് ഓടുക. ഓടി വരുന്നു. പശുവിന്റെ അടുത്ത് അവരെ ഓടി ഓടി വള്ളക്കടവില് കുഞ്ഞാപ്പി ഓടി ഓടി എടുക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ജനൻ ടിവിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതും ഓട്ടമായിരുന്നു. അതും ഓട്ടമായിരുന്നു.